യൂട്യൂബിലുള്ള ഒരു അടിപൊളി ഓപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഓപ്ഷനാണ്, ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് പലരും ശ്രദ്ധിക്കില്ല. പക്ഷേ നമുക്ക് വളരെയധികം സമയം ലാഭിക്കാൻ പറ്റും. അടിപൊളി ഒരു ഓപ്ഷനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ മൊബൈലിൽ യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് കാണിച്ചു തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പലരും യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ എത്രയോ കാലങ്ങളായിട്ടുള്ള ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ഓപ്പൺ ആണ് കാണിക്കുക. ഇവിടെ ഞാൻ അപ്ഡേറ്റ് ഓൾറെഡി ചെയ്തതുകൊണ്ട് ഇവിടെ ഓപ്പൺ കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിന്റെ ഇന്റർഫേസിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അതിന്റെ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. നമ്മൾ എന്താണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വീഡിയോസ് അല്ലെങ്കിൽ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും വരുന്നത്, നമുക്ക് യൂട്യൂബിൽ വരുന്നത്. ഇവിടെ നമ്മൾ മോഹൻലാലിന്റെ ഒരു സോങ്സ് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ മോഹൻലാൽ സോങ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മോഹൻലാലിന്റെ സോങ്സ് ആയിരിക്കും നമ്മുടെ യൂട്യൂബിൽ വരിക. നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം തന്നെ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെർച്ച് ഓപ്ഷന്റെ ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു മൈക്കിന്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മൈക്കിന്റെ ഐക്കൺ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ നമുക്ക് വോയിസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയണം. ഇനി ഇപ്പൊ പറയാൻ കുറച്ച് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് വാർണിംഗ് വരും, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്താണ് വേണ്ടത്, ഞാനിവിടെ ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞ ആ ഒരു സോങ് ആണ് വേണ്ടത് എന്നുള്ളത് ഞാനിവിടെ വോയിസ് ആയിട്ട് കൊടുക്കുകയാണ്. ഓൺ ദി സ്പോട്ട് തന്നെ നമുക്ക് ആ ഒരു പാട്ട് വരികയാണ്, ഉണ്ണി വാവാവോ എന്നുള്ള പാട്ട് വരികയാണ്. ഇത് മാത്രമല്ല, ഇനി 2 സെറ്റിംഗ്സ് കൂടി അത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഉണ്ണി വാവാവോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഒരു സെർച്ച് ഓപ്ഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ തൊട്ട് എടുത്ത് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ നമുക്ക് സോങ് എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മൂളിപ്പാട്ട് പാടി കൊടുത്താൽ മതി. അപ്പൊ ഞാൻ തന്നെ ഒന്ന് മൂളിപ്പാട്ട് പാടാണ്, ഉണ്ണി വാവാവോ എന്നുള്ള അത് മാത്രം ഒന്ന് മൂളിപ്പാട്ട് പാടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ആ ഒരു പാട്ട് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു മൂളിപ്പാട്ട് പാടിയാൽ പോലും ഒരു ഹമ്മിങ് ആയിട്ട് കൊടുത്താൽ പോലും നമുക്ക് ആ സോങ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി. അതായത് മമ്മൂട്ടിന്റെ സോങ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ മമ്മൂട്ടിന്റെ സോങ്സ് മാത്രമായിട്ടുള്ള വീഡിയോസ് കറക്റ്റ് ആയിട്ട് വരും. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ നമുക്ക് വരുന്നില്ല. ഇവിടെ മമ്മൂട്ടിന്റെ സോങ്സ് ഉള്ള ഫിലിംസുകളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ തന്നെ നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വോയിസിന്റെ ഭാഗത്തേക്ക് ഒന്നുകൂടി വന്നിട്ട് ഇവിടെ നമുക്ക് മോഹൻലാലിന്റെ ലേറ്റസ്റ്റ് ഫിലിം സോങ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ട് തന്നെ നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാതെ തന്നെ നേരിട്ട് അതിലേക്ക് വരുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൂളിപ്പാട്ട് പാടി കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പാട്ട് ഓർമ്മയുണ്ട്, പക്ഷെ അതിന്റെ വരികൾ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ആ ഒരു സോങ്ങിൽ കയറിയിട്ട് മൂളിപ്പാട്ട് പാടി കൊടുത്താലും മതി. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.